വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, തേനീച്ച വളർത്തൽ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ്. തേനിനെ പോലെ തന്നെ തേനീച്ച ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് വിപണിയിൽ മൂല്യമുണ്ട്. പ്രകൃത്യാ തന്നെ മരങ്ങളിലും മരപ്പൊത്തുകളിലും മറ്റും കാണുന്ന തേനീച്ചകളെ ശേഖരിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയ കർഷകനാണ് ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശിയായ ഇമ്പിച്ചിയാലി. ഈ മേഖലയിൽ 67 വർഷത്തെ പരിചയസമ്പന്നനാണ് ഇദ്ദേഹം. ഇന്ന് ഇമ്പിച്ചിയാലി നമുക്കായി തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി തേനീച്ച കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1958 ഞാനിത് ആരംഭിച്ചത്. ഇപ്പം 67ാമത്തെ കൊല്ലമാണിത്. അപ്പൊ അന്ന് ഇതുപോലെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മാതൃകയായിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് ക്ലാസ്സുകളോ എന്തെങ്കിലും കിട്ടിയിട്ടാണോ? എന്തായാലും ഏത് കാര്യത്തിലേക്കും ഒന്ന് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു പ്രകൃതിയിൽ നമ്മളെ ഒരു സ്വഭാവമാണ്. ആ നിലയ്ക്ക് തേനീച്ച വളർത്തൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതായാലും ഒന്നും മെനക്കെടാൻ വിചാരിച്ച അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ ഫീൽഡ് വർക്കേഴ്സ് ഉണ്ട് അവിടെ ഓരോ ഏരിയയിൽ. അപ്പോൾ ആ സമയത്ത് ഒരു കൂട് വാങ്ങി, അപ്പോൾ ഒരു ഈച്ചനെ കാണുകയും ചെയ്ത്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫീൽഡ് വർക്കറോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നാളെ പോവാന്ന് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി. അങ്ങനെ ക്ഷമ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഒന്ന് പിടിക്കാൻ നോക്കിയാലോ, അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ അതിന് കൂടുമൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് പിള്ളേരുണ്ട് അവിടെ ഇങ്ങനെ. അപ്പം നിങ്ങൾ എവിടെയാണ് പോണത് എന്ന് ഞാൻ പറഞ്ഞ് തേനീച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലുണ്ട് തേനീച്ച എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു തെങ്ങിൽ തേനീച്ച ഉണ്ടായിരുന്നു, തെങ്ങിൻ്റെ കീറൽ. അപ്പോൾ അവരത് തീയിട്ടൊക്കെ നാശാക്കിയിട്ട് ഈച്ച ഇങ്ങനെ വല്ലാതെ വെറുപ്പിൽ നിൽക്കുന്ന അവസരമാണ്. ഞാനൊന്ന് എത്തി നോക്കി. അപ്പോൾ ഒന്ന് എൻ്റെ ചിറിക്ക് മൂക്കിന് താഴെ, അതായത് ചെറിയുടെയും തൊലിയുടെയും ചേരുന്ന ആ ഇതിലാണ് ഈച്ച കുത്തിയത്. പിന്നെ അത് വീർക്കാൻ തുടങ്ങി. അങ്ങനെ നീരെടുത്തിട്ട് 3 ദിവസമാണ് അതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നത്. മഹാ അത്ഭുതം. പിന്നെ 3 ദിവസം കൊണ്ടാണ് അത് ഒഴിഞ്ഞത്. അന്ന് അത്രമാത്രം ഈച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ 10 ഒരു വിരലിലോ കൈയിൻ്റെ പൊറാടിയിലോ കുത്തിയാൽ അവിടെ ഒന്ന് ചിണർക്ക് പോലുമില്ല. ആ നിലയ്ക്കുള്ളതാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആയിട്ട് വിഷമേറ്റിട്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കും. ആദ്യമായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ വിഷം എന്ന് പറയുന്നത് അത് 60 ഉറുപ്പ്യ ഇപ്പോൾ വില ഉണ്ട്. അപ്പം നമ്മളിവിടെ ഈച്ചയും കാര്യവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊന്നും നമുക്കൊരു ശ്രദ്ധയില്ല. വിദേശ നാടുകളിലൊക്കെ ഇന്ന സംഗതിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഈ പാർലറുകളുണ്ട് ഇതിൻ്റെ വിവനത്തിൻ്റെ. അപ്പോൾ അത് എന്നിട്ട് ഇൻജക്റ്റ് ചെയ്യിക്കുക. അല്ല എന്നതിലാണെന്ന് പറഞ്ഞാൽ അവരെത്ര ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ കാര്യം പറഞ്ഞാൽ അവരിത്രയാണെന്നുള്ള നിലയ്ക്ക് ചെയ്ത് കൊടുക്കും. ഇതാണ് അവസ്ഥ. നമുക്കിപ്പോൾ ഈച്ച കുത്തിയിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും ആളും ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. പിന്നെ ചില തരം ഈച്ച കുത്തിയാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതേത് തരാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഇതിനോട് വളരെ സൗമ്യമായി നമ്മൾ പെരുമാറി ഇവർക്കൊരു ദ്രോഹം ചെയ്തില്ലേ ഒരു കാലത്തും ഈ ഈച്ച നമ്മളെ ഉപദ്രവിക്കുകയില്ല. അപ്പം അന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഈച്ചനെ വളർത്തി തുടങ്ങിയതാണ്. അന്ന് എങ്ങനെ കൂടുണ്ടാക്കിയിരുന്നത്? അന്ന് കൂട് പിന്നെ ആ സമയത്ത് തന്നെ വളരെ മുമ്പ് തന്നെ നമുക്ക് കൂട് വാങ്ങാൻ കിട്ടിയിരുന്നു. അതിൻ്റെ മുമ്പ് പലരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയുണ്ട്. പക്ഷേ ഞാനുള്ള ആ ടൈമിൽ പിന്നെ ഏതാണ്ട് കൂട് വന്നു തുടങ്ങിയിരിക്കും. അപ്പം അന്ന് ഈച്ചൻ്റെ പിടിക്കുന്നതോ ആവുന്നതോ ഒക്കെ എവിടെയെങ്കിലും മരക്കൊമ്പ് എത്ര കയറിപ്പോകാൻ പറ്റാത്ത മരത്തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഉളി വെച്ച് അത് മുറിച്ചെടുത്ത്
അങ്ങനെ അതിൽ നടയിലെടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അത് ശരി. ഇന്നിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഒരു കൂട് നമ്മൾ ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പം മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് അതിന് തീറ്റ കൊടുത്ത് വളർച്ചയെടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അതൊരു 3 കൂടായിട്ട് നമുക്ക് വിരിക്കുക. അപ്പോൾ 3 കൂടായിട്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് 2 എണ്ണം നമ്മൾ ചെയ്താൽ തന്നെ ഒരു 6 കോളനി നമുക്കുണ്ടാവും. അപ്പം മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇതിങ്ങനെ ഓരോ പിടിച്ച് റാണീനെ ശരിയാക്കി വെക്കുന്ന ഒരു ഈ നിലയ്ക്ക് ഈ റാണീനെ വളർത്തിയെടുത്തിട്ട് കൂട് വിഭജിക്കുന്ന ഒരു സ്വഭാവമല്ല. ഇന്നിപ്പം അതിനുവേണ്ടി മെനക്കേടുകയാണെങ്കിൽ ഒരു നിലയ്ക്കും അധ്വാനത്തിനോ അല്ലെങ്കിൽ വേറെ നിലയ്ക്കോ നമുക്ക് പ്രതിഫലം കിട്ടാതിരിക്കില്ല. നന്നായിട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. അതേ അവസരത്തിൽ ഇത് നമ്മൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അവസ്ഥയാണ്. അതായത് ഇത്രയ്ക്ക് നല്ലതായ ഒരു ഭക്ഷണം ഇങ്ങനെ കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല പ്രകൃതിയിലുണ്ടാവുന്നത്. അപ്പം തേൻ മാത്രം കഴിച്ചിട്ട് തന്നെ ജീവിക്കാം, പച്ചവെള്ളം കുടിച്ചാൽ മതി. ഔഷധം എന്ന ഒരു രീതിയിലാണ് നമ്മൾ പൊതുവെ തേനിനെ കാണുന്നത്. പക്ഷെ നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒരു ഭക്ഷണം കൂടെയാണ്, ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് തേനിനെ കണക്കാക്കാം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് തേനിന് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്? ഇത് തന്നെയാണ് അനുഭവത്തിലുള്ള കാര്യം. അതാണ് തേനിപ്പോൾ എന്താണെന്ന് ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതുകൊണ്ടാണോ അല്ലയോ എന്ന് പലരും തർക്കിച്ചെന്ന് വരും. അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ 85 വയസ്സ് പൂർത്തിയായ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ പലരും വസന്ന് കഴിക്കും പിടിക്കണോ ആവണമെന്നൊക്കെ അപ്പോൾ എനിക്ക് ലജ്ജ തോന്നുക ചെയ്യുക. അപ്പം സുഖമായിട്ട് എവിടെ പോവുകയാണെങ്കിലും ഇപ്പം ഇവിടെ വന്ന് സ്വന്തമാണ്, കൂടെ ആരുണ്ടോ എന്നൊക്കെ പലരും വഴിയിൽ നിന്ന് ചോദിച്ചിട്ട് അത് കണ്ടാൽ പ്രായത്തിൻ്റെ തോന്നല്ലാണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തില്ല. ഇതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്, ഇതുകൊണ്ട് സംഭവിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഇതിൻ്റെ ജീവിത രീതിയിലും വളർച്ചയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവസവും ഭക്ഷണത്തിൽ താങ്കൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ഭക്ഷണത്തിൽ ഉൾപ്പെടുക പറഞ്ഞാൽ ഞാൻ മഴക്കാലമാണെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ വെള്ളം കുടിക്കാൻ എപ്പോഴും ഇതാണ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് പത്തിരിക്കോ വേറെ നിലക്കോ, ഇനിയിപ്പം ചോറിന് വല്ല കറിയും ഇല്ലെങ്കിൽ ഞാൻ തേൻ ഉപയോഗിച്ച് കഴിക്കും. ഇതൊക്കെ ആളുകൾക്ക് അത്ഭുതമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഉപയോഗം ഞാൻ നടത്തുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലാണ്. അപ്പം മധുരം എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് ചെന്നാൽ എന്തെങ്കിലും പ്രതികൂലമായിട്ട് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയും കൂടെ ഈ തേൻ ഉപയോഗിക്കുന്നത് നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇപ്പം ഈ ചോദ്യം ചോദിക്കേണ്ടത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് വിട്ടുപോയാൽ നമ്മളിതിൻ്റെ കാര്യം പറയുന്നതിൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു. അതായത് ഈ മധുരം എന്താണ്, ശരിക്കുള്ള ഷുഗറല്ല. അപ്പം അതുകൊണ്ട് തേനിലുള്ള ആ മധുരം ആ പേഷ്യൻസിന് കഴിക്കുന്നതുകൊണ്ട് ഒന്നുമില്ല. പക്ഷേ എത്രയെങ്കിലും കഴിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ രോഗികളെ സംബന്ധിച്ച് പല കാര്യത്തിലും അവർ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. അതുപോലെ തേൻ കഴിച്ചുകൊണ്ട് ഇതുണ്ടായി എന്നോ അല്ലെങ്കിൽ തേൻ കഴിച്ചുകൊണ്ട് ഇത് കൂടുതൽ പ്രയാസപ്പെടുമോ എന്നുള്ള ചിന്ത അവർക്കുണ്ടാവരുത്. പലതും അവർ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ പോലെ ഇതും തേൻ ആവശ്യത്തിന് കഴിക്കുക. മറ്റേ എത്രയെങ്കിലും കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന ഒരവസ്ഥ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഷുഗർ കംപ്ലൈൻറ്റുള്ള ആൾക്കാർ പലതും ശ്രദ്ധിക്കേണ്ടി പോലെ അതും ശ്രദ്ധിക്കേണ്ടി. മറ്റ് പലരും പറയുന്ന ഒരവസ്ഥ ഉണ്ട്, ഇത് നമുക്ക് പറ്റൂല, നമ്മൾ ഷുഗറിൻ്റെ ആളാണെന്ന്. അത് ശരിയല്ല. ഇത് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തുണ്ട്, ഒരു പ്രയാസവുമില്ല. ഇത് ഷുഗർ കണ്ടെയ്നല്ല ഇതിലുള്ളതെന്ന് മനസ്സിലാക്കിയാൽ. അപ്പോൾ ഇത്രയും വർഷം ഈ തേനീച്ചകളുടെ ഒപ്പമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ രീതിയും ഇപ്പോഴത്തെ രീതിയും തമ്മിൽ വളർത്തിക്കൊണ്ടുവരുന്ന രീതികൾ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും വ്യത്യാസം വലിയ നിലയ്ക്കുള്ള പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അത് ക്ലാസ് ഉണ്ടാകുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഏതായാലും നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മളെ അനുഭവങ്ങളും കുറച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടാവും. ആ നിലയ്ക്ക് തന്നെയാണ് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യും. നമ്മളതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം നടത്തും. ഇപ്പോൾ അനുഭവമുള്ളവർ പറയുമ്പോഴാണല്ലോ കുറച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി നല്ല മോളെ പറയുന്നത്. എന്താണ് ആ അനുഭവമാണല്ലോ ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു തൃപ്തിയാവുക. എങ്കിലും ഇതും അങ്ങനെയൊന്നും മനസ്സിലാകാത്തവർ അതേവസരം ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ ഈ സാഹചര്യം അനുഭവിച്ചിട്ട് നന്നായിട്ട് തേനെടുത്ത് പുരോഗമിച്ച് സമ്പാദിച്ച അല്ലെങ്കിൽ കാശുണ്ടാക്കിയ ആൾക്കാർ അനുഭവമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. എത്ര കൂട് തേനീച്ച കൃഷിയുണ്ട്? തേനീച്ചക്കൂട് എന്ന് പറഞ്ഞാൽ പല സമയത്തും പല മാതിരിയായിരിക്കും ഇതിൻ്റെ സാഹചര്യം എടുക്കുമ്പോൾ. അപ്പോൾ 1087 കൂട് വരെയൊക്കെ വെച്ച സമയമുണ്ട്. അപ്പം
അന്നൊക്കെ തേൻ ധാരാളമായിട്ട് കിട്ടുകയായിരുന്നു. ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വരിക. ഇന്ന് എന്താ പറഞ്ഞാൽ അന്ന് റബ്ബർ മരങ്ങളൊക്കെ ഈ പിന്നെ നാടൻ ഇതായിരുന്നു. അപ്പോൾ ഒരു മരം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തഴച്ച് വളരുന്നതാണ്. ഇന്നൊക്കെ ചെറിയ മരങ്ങൾ അന്ന് കിട്ടിയിരുന്ന പാലിപ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ പുതിയ കൃഷി രീതി ആയതുകൊണ്ട് ഇത് സ്പ്രെഡ് ആവുന്നില്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മറ്റ് മുമ്പ് അങ്ങനെയല്ല, വൈകുന്നേരം വരെ ഈ റബ്ബർ തോട്ടത്തിൽ ഈച്ചങ്ങനെ ശബ്ദിച്ചുകൊണ്ട് തേനെടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഒരു അരമണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെയൊക്കെ നല്ല സമയമായാൽ തേനെടുക്കാൻ അവർ പോവുള്ളൂ. അത്രേ കിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം ആയിപ്പോവും. അപ്പം മരം ചെറുതായി ഇങ്ങനെയൊക്കെ ഉള്ള നിലക്കുള്ള അതിൻ്റെ ഒരു ലഭ്യത കുറവുണ്ട്. പക്ഷെ മൊത്തത്തിൽ എല്ലാം ശരിപ്പെട്ടു വരും. ഇപ്പം ഈ മഴക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തേൻ കൃഷിയെ ഒരു പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ ഒരു കുറവല്ലേ, തേൻ എടുക്കുന്ന ഒരു സമയം കുറവാണോ ഇപ്പം? അപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞ് പ്രതികൂലം നമുക്ക് പറഞ്ഞുകൂടാ. അതായത് മഴക്കാലം നമുക്ക് എന്തുണ്ട്, ഇത് ലഭ്യത കുറവായതുകൊണ്ട് ഈച്ചകൾക്കും പ്രയാസമാണ്, നമുക്കും ഒന്നും ലഭിക്കില്ല. ഇനി ഈച്ചകൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കും. അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ 3 ഇതായിട്ടാണ് ഉള്ളത്. ഒന്ന് തേനെടുപ്പ് കാലം, അത് കഴിഞ്ഞാൽ പിന്നെന്തായി വരൾച്ചയായി. അപ്പോൾ ആ വരൾച്ച രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ വളർച്ചാകാലം, അങ്ങനെ വളർച്ചാകാലം, പിന്നെ തേനെടുപ്പ് കാലം, വരൾച്ച കാലം, അങ്ങനെ 3ആയിട്ടാണ് ഇപ്പം കേരളത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിർബന്ധമായും തീറ്റ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആളുകൾ പറയുന്നത് നിങ്ങൾ തീറ്റ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ എന്നാ. ഇത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഇത് എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെ 3 കാലഘട്ടത്തിലാണ് ഇത് തരണം ചെയ്യുന്നതെന്ന്. അപ്പം ആ സമയത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് എന്താ, ഈച്ചൻ്റെ ആ ഇത് കുറയും. വളരെ ഇതായിട്ട് റാണിയും ചില്ലറ ഈച്ചകളും ഉണ്ടാകുക. പിന്നെ ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് എന്താവും, നമ്മളെ സീസൺ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷാമകാലത്ത് നമ്മൾ തീറ്റ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് കൊടുക്കുന്നത്. മറ്റേ വളർച്ച ഈ തേനെടുപ്പ് കാലത്ത് നമ്മൾ വേറെ തീറ്റ കൊടുക്കുകയോ അല്ലെ അത് ഇതിലുണ്ടാവുകയില്ല. എന്താ കൊടുക്കുന്നത് ഈ സമയത്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ പഞ്ചസാര, എന്നിട്ട് അതിൽ വെള്ളവും ചേർത്തിട്ട് അതിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഈ വിറ്റാമിൻ കോംപ്ലക്സോ പിന്നെ അങ്ങനത്തെ ചിലതെല്ലാം ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ അവർക്കൊരു ഇതായിരിക്കും. ഈ തേനീച്ചകൾക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വരാറുണ്ടല്ലോ. എങ്ങനെയുള്ള അസുഖങ്ങളാണ് വരിക? അതിനെങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക? അത് തേനീച്ചയ്ക്ക് പല നിലയ്ക്കുള്ള ഇത് അസുഖങ്ങൾ വരാറുണ്ട്. പിന്നെ 1-2 എണ്ണം മാരകമായ അവസ്ഥയിലുമാണ്. അത് കൂടി തന്നെ നശിച്ചു പോകുന്നതും അവസ്ഥയിലൊക്കെ ഉണ്ടാവും. അത് പിന്നെ പൊതുവേ അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ ഇപ്പോഴൊക്കെ ഭാഗികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. അതിന് നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള പ്രതിവിധിയായിട്ടുള്ള ഇത് ഭക്ഷണത്തിൽ കൊടുക്കുകയും ആവുകയും ചെയ്യുകയും പിന്നെ ഏത് സമയത്തും ഇത് വളരെ വൃത്തിയുള്ള ഒരു ഇതിൻ്റെ വസ്തുക്കളെ പോലെ തന്നെ ഇത് വളരെ ആരോഗ്യപരമായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടില്ല. എപ്പോഴും എന്തുണ്ടെങ്കിലും അത് കടിച്ച് ഇതായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന മുമ്പൊക്കെ വായനാര് കൊണ്ടാണ് കെട്ടി കൊടുക്കുക. ഇപ്പം റബ്ബർ ബാൻഡ് ഇട്ട് ഇതാക്കിയിട്ടുണ്ട്. അത് കടിച്ച് പൊട്ടിച്ച് പുറമെട്ട് കൂടുന്നത് പറന്നു പോകുമ്പോൾ അവിടെ തന്നെ വീണ് പോയാൽ നമ്മളെന്ത് ചെയ്യും, അവിടെ നോട്ടം വിചാരിക്കും. ഇത് അവർ ആ വീണ സ്ഥലത്ത് നിന്ന് പിന്നെയും എടുത്തിട്ട് ദൂരെ കൊണ്ടുപോയിടും. ഇത് കാണുമ്പോൾ മനുഷ്യൻ ഇതൊക്കെ കണ്ട് ലജ്ജിക്കണമല്ലോ എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് അപാരമാണ് അവരെ വൃത്തിയും മറ്റ് സൗകര്യങ്ങളും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രയാസം സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിന് ചില്ലറ ചികിത്സകളും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പരിഹരിക്കും. അതാണ് സാധാരണയിൽ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവയെ ഉണ്ടാക്കുന്ന മെഴുക് എന്ന് പറയുന്നതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ മൂല്യമുള്ള വസ്തുവാണല്ലോ. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കും. പിന്നെ അതുകൊണ്ട് ഇപ്പം കുറച്ചൊക്കെ സംഗതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് മെഴുക് പിന്നെ തേനും ചേർത്തിട്ട് സാധാരണ സോപ്പിൻ്റെ ഇത് വാങ്ങിയിട്ട് നമ്മൾ അതിൽ ഇത് ചേർത്തിട്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോപ്പ് കിട്ടും. നല്ല സ്മെല്ലും നല്ല ഇതുമായിട്ടുള്ള പിന്നെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്.
സൗന്ദര്യവർദ്ധക പല മരുന്ന് വസ്തുക്കൾക്ക് സൗന്ദര്യ വസ്തുക്കൾ, അതായത് ഈ കുഴിനാക്കം ഇങ്ങനെയുള്ളത്. പിന്നെ മുഖത്ത് ഇത് പുരട്ടി, വെറും തേൻ തന്നെ മുഖത്ത് പുരട്ടിയിട്ട് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള എല്ലാ പാടുകളും നശിക്കുകയും വരണ്ട മുഖം വളരെ മാർദ്ദമുള്ളതാകുകയും പിന്നെ വളരെ ഇതായിട്ടുള്ള അവസ്ഥകളൊക്കെ മുഖത്തുണ്ടാവുന്ന അസുഖങ്ങൾക്ക് തേൻ പുരട്ടിയാൽ ശരിയാവും. പിന്നെ അതിൽ മെഴുകിൽ മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് പല സംഗതികളും നമ്മൾ ഉണ്ടാക്കും. തേനീച്ച കൃഷി നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് അവയുടെ പരിചരണം എന്നുള്ള കാര്യങ്ങൾ ആ രീതി ഒന്ന് വിവരിക്കാമോ? പരിചരണം വെച്ചാൽ നമ്മളത് പരിചരിക്കേണ്ടിയില്ല, നമ്മളത് മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പം മുട്ട വിരിഞ്ഞ് 2-ാം ദിവസം അത് പുഴുവായിട്ട് പിന്നെ അതിൻ്റെ പ്യൂപ്പദശയിലെത്തിയിട്ട് അത് ഓരോന്നിനും കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ടാവും. റാണി, വർക്കർ ബി തൊഴിലാളി, പിന്നെ ആണീച്ചക്കാണ് ഏറ്റവും അധികം കൂടുതൽ സമയം എടുക്കുക. റാണീച്ചയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്. അത് 10-12-ാം ദിവസം 9-10 ആയിട്ട് അതിൻ്റെ ഒരു ഇതിൽ ആ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്നത് ഏറ്റവും പെട്ടെന്ന്. അപ്പം ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയും, അഥവാ റാണി നഷ്ടപ്പെട്ടു പോയാൽ എത്രയും കാലം ഇവർക്ക് നിൽക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം പ്രകൃതിയിൽ ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാറ്റപ്പെടുന്ന ഒരവസ്ഥാവിശേഷവും കൂടി നമ്മളിൽ പഠിക്കേണ്ടിയുണ്ട്. അതൊന്ന് പറയൂ. അർജൻറ്റ് ക്വീൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇതാണ്. അതായത് അവർ പ്രത്യേകം ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പിന്നെ മറ്റേ ഈച്ചകളെക്കാൾ എത്രയും വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായം 9-10-ാം ദിവസം 11-ാം ദിവസമായിട്ട് വരുന്ന 12 വരെ പോകുന്ന ഒരവസ്ഥയിൽ റാണി വിരിയും. മറ്റേതൊക്കെ അങ്ങനെ പോയിട്ട് ദിവസങ്ങൾ കഴിയും. ഇനി 21 ദിവസം കൊണ്ട് മറ്റേ ആണീച്ച വിരിയുക. അതിൻ്റെ ഇടയ്ക്കുള്ള ഇതുകൊണ്ടാണ് വർക്കർ ബി ഉണ്ടാവുക. ഈ ഒരവസ്ഥ വരും. അത് ശരി, ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് അതാണ് മഹാ അത്ഭുതം എന്ന് പറയുന്നത്. എല്ലാ ഇതിലും ഇതാണ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ പരാഗണത്തിൻ്റെ കാര്യം അത് പറഞ്ഞോളൂ. അതാണ് പരാഗണം എന്ന് പറഞ്ഞാൽ വെള്ളവും വായുവായിട്ട് അത് 10-13% പോകും പരാഗണം നടക്കുന്നത്. ജലത്തിൽ കൂടിയും പിന്നെ വായുവിൽ കൂടിയല്ലേ. കഴിച്ച് 10-87 ഇതിലുള്ളോളം ഏതാണ്ട് 90% ഈ തേനീച്ചകളാണ്. മറ്റ് ശലഭങ്ങൾ വളരെ കുറവാണ് ആ പരാഗണത്തിൽ. അപ്പം തെങ്ങിലൊക്കെ ധാരാളമായിട്ട് ഇത് തന്നെയാണ് പോകുന്നത്. തെങ്ങിൻ്റെ മച്ചിങ്ങയിൽ അതിൻ്റെ കീറിയിട്ട് അവിടെയായിരിക്കും തേനുണ്ടാവുക, മറ്റേത് കൊലയിലായിരിക്കുമല്ലോ ഇതുണ്ടാവും. അതായത് മറ്റ് കായ്കനികൾ ഉണ്ടാവണമെങ്കിലും പരാഗണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ തേനീച്ചകളാണ് പറഞ്ഞത്. ഏതാണ്ട് 90% ഇത് തന്നെയാണ് നടത്തുന്നത്. 90 അതിലധികം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കണക്കുകൊണ്ട് കണക്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ പ്രകൃതിയുടെ ഒരു നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ശരിയാണ്. അതിപ്പോ പറയുന്നുണ്ട്, എന്ത് 3 കൊല്ലക്കാലം തേനീച്ച എന്ന് പറഞ്ഞ ജീവില്ലെങ്കിൽ ഇതെന്തായിരിക്കും, മണലാരണ്യായിരിക്കും എന്നാ പറയുന്നത് പിന്നെ ശാസ്ത്രീയ ഗവേഷകന്മാർ ഇതിൻ്റെ. അപ്പം അത്ഭുത ജീവി എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഇങ്ങനെയൊന്നും താലോലിച്ചാൽ പോരാ. നമുക്ക് തേൻ കിട്ടുന്ന അതും ശരിയാണ്, പക്ഷേ അങ്ങനെ അത്രയ്ക്ക് അധികം ഇതിനെ ഉൾക്കൊള്ളണം. പലരും എന്താന്ന് പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു ജീവിയാണെന്ന് വിചാരിച്ചിട്ട് കണ്ടെടുത്ത് തീ വെച്ച് കൊല്ലുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. കണ്ടാൽ അത് ആരോട് പറയുകയോ ആവുകയോ ഒന്നും ചെയ്യാതെ അത് ശല്യമാണെന്നും പറഞ്ഞിട്ട് ഒന്ന് ഈ കുട്ടികൾക്ക് കുത്തി കിട്ടിയാൽ വേറെ രാജ്യത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറുകളുണ്ട്. നമ്മളായിട്ട് ആ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് എന്തോ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ പറ്റിയൊക്കെ ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ നമ്മൾ അഭിവൃദ്ധിയിലും വലിയ വിവരമുള്ളവരാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും വാസ്തവത്തിലൊന്നും അറിയാത്ത നമ്മളെ കൺമുമ്പിൽ നടക്കുന്ന ഒക്കെ അങ്ങനെയാണ് എന്തെല്ലാം നമ്മൾ പ്രകൃതിയിൽ അറിയാത്തതുണ്ടാവും എന്നൊക്കെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇപ്പം ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഈ രംഗത്തേക്ക് ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്, കർഷകർ വരുന്നുണ്ട് തേനീച്ച കൃഷി ചെയ്യാനായിട്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അവർക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ മെച്ചം അവർക്ക് അനുഭവത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ അനുഭവം അവരും അനുഭവിക്കുമ്പോൾ എന്തുണ്ടാവും. അപ്പോൾ ഈ അതിൻ്റെ ചുറ്റുപാടുകളിൽ അല്ലെ തേനീച്ച എന്താണ് പ്രകൃതിയിൽ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നതിനേക്കാൾ അധികം ധാരാളമായിട്ട്
അവർ പ്രകൃതിയിൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആ നിലയ്ക്ക് അതിനെ ബഹുമാനിച്ച് കൊണ്ടു കിടക്കുക എന്നുള്ളതാണ്. ജീവികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ആ നിലയ്ക്ക് നമ്മൾ കൊണ്ടു കിടക്കണമെന്നാണ് നമ്മളെ അനുഭവത്തിലുള്ള അഭിപ്രായം. അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലാതെ കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കണം. ഇപ്പം റാണീനെ വിരിയിച്ചെടുക്കുന്നതുകൊണ്ട് ഇതൊരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ. പിന്നെ ഈ കോളനി തേൻ കിട്ടിയില്ലെങ്കിലും ഈ കോളനിക്ക് ആളുകളുണ്ട്. ആ ടൈമാകുമ്പോൾ കോളനി ഈച്ചയും കൂടി കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരിപ്പം ധാരാളമുണ്ട്. ഒന്ന് വെച്ച് നോക്കാന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ നിലയ്ക്കും എന്തുണ്ട്, നമുക്ക് കാശുണ്ടാക്കാൻ കഴിയും. കൂടുണ്ടാക്കി റാണീനെ വിരിയിച്ച് കൊടുത്താൽ ഒരു അടയും 2 ചെറിയ അട ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ അവർക്ക് അത് മുന്നോട്ട് പോകുന്നുള്ളത് തീർച്ചയാണല്ലോ. അട കെട്ടി മുട്ടട്ട് വിരിഞ്ഞു ഉള്ള ഈച്ചയാകുമ്പോൾ. അപ്പം അങ്ങനത്തെ സെറ്റുകൾ വാങ്ങാൻ ആളുകൾ ഇപ്പോൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഒന്ന് വെച്ച് നോക്കാനുള്ള നിലയ്ക്ക് തേനെടുക്കാനില്ലെങ്കിലും നമ്മൾ തെങ്ങും തോട്ടത്തിലോ അല്ലെ പ്രകൃതിയിലോ ഇത് വെച്ചാൽ നമ്മളാ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഇതാണെന്നുള്ള നിലയ്ക്ക് ആ രീതിയിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയിട്ട്, അതായത് തേനീച്ചയുടെ തേൻ മാത്രമല്ല തേനീച്ച തന്നെ പ്രകൃതിക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ പോയിന്റ് ചെയ്തത് അതാണ്. അതായത് നമ്മൾ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ ഈ ജീവികൾ ഇങ്ങനെ ചെയ്തു തരുന്നതിന് നമ്മളൊന്ന് ചെയ്തു തരുന്ന മനുഷ്യൻ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടാനും സംതൃപ്തനാകാൻ കഴിയൂ. അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രകൃതിയിൽ. അപ്പം വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം വേദത്തിൽ പറഞ്ഞാണ്ടെങ്കിൽ ഇത് മനുഷ്യന് ഉപകാരപ്രദമാണെന്ന്. ഈ വിപണനം എന്ന് പറയുന്നത് ഒരു കാര്യമാണല്ലോ. നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, നമുക്കിത് വിപണിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അത് എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം അതിനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആദ്യകാലം ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള വളരെ ചുരുക്കം ആളുകൾ അവർ വന്ന് വാങ്ങും. പിന്നെ മരുന്നിന് വേണ്ടിയിട്ട് വാങ്ങും. അപ്പം ആ നിലയ്ക്ക് അന്ന് ഇത് നടക്കലുള്ളൂ. മറ്റേ ഇതിങ്ങനെ കഴിക്കുന്ന ഏർപ്പാടും കാര്യവും ഇന്നിപ്പോൾ ഇല്ല. കേരളത്തിലെ സംബന്ധിച്ചാണ്ട് വളരെ കുറച്ച്, ഏറ്റവും കുറച്ച് തേൻ കഴിക്കുന്നവരാണ് നമ്മൾ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ആ നിലയ്ക്കാണുള്ളത്. അപ്പം പിന്നീട് ഇത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്ന് പിന്നെ ഈ കാലം ഫസ്റ്റ് മുതൽക്കേ ഞാനിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്തുണ്ട്, നമ്മളെ തേന് മിക്കവാറും നമ്മളെടുത്ത് നിന്ന് തന്നെ വിറ്റുപോകാനേ കൊടുത്തു പോകാനേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും പേരിലാണോ അത് വിപണിയിൽ എത്തിക്കുന്നത്? ഇല്ല, അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ കാലത്തിനനുസരിച്ച് നമ്മളെ പുരോഗതി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അതിനുള്ള ഞാനിപ്പം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വിൽപ്പനയും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിലയ്ക്ക് ആലോചിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. പാക്കിങ്ങും അതിനൊരു ലേബല് വേണം, ഒക്കെ പേരും ഒക്കെ ഉണ്ടാവേണ്ടിയാന്നുള്ള നിലക്ക് അതിന് അക്ഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. അങ്ങനെ അത് മുന്നോട്ട് പോട്ടെ. തീരെ ചെറിയ തേനീച്ചകളുണ്ടല്ലോ, കറുത്ത ചെറുതേൻ. അതിനാണ് സാധാരണയുള്ള തേനീച്ചയെക്കാളും ഔഷധ ഗുണം അതിൻ്റെ തേനിനാണെന്ന് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. അപ്പം അത് വളർത്തുന്നുണ്ടോ? അതും വളർത്തുന്നുണ്ട്. അത് ശരി. അതിന് ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ അത് 2500 റുപ്യോളം നമുക്ക് 1 കിലോ തേനിന് കിട്ടും. ഇത് നമ്മൾ 1 കിലോന് 100-400 ആണ് വാങ്ങുന്നത്. അതിൽ കുറച്ചും കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം ഇത് വളരെയധികം പോഷകമുള്ളതാണ്. ഇതിൻ്റെ മെഴുകും മറ്റേ മെഴുകിനേക്കാൾ വളരെയധികം ഇതുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് വളർത്താനും വലിയ പ്രയാസമൊന്നുമില്ല. നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കൂട്ടിൽ വെച്ച് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തേനെടുക്കേണ്ടതേ ഉള്ളൂ. കൊല്ലത്തിൽ ഒരിക്കലും തേനും എടുത്ത് വെച്ചാൽ മതി. അത് അതിൻ്റെ സംവിധാനം ശരിയാക്കി എടുത്താൽ പിന്നെ തേനെടുക്കാനും വലിയ പ്രയാസം ഉണ്ടാവില്ല. അതായത് മുകൾ ഭാഗത്തേക്ക് മാത്രം ഈച്ച കൂടുന്ന ഒരവസ്ഥയും അതിൻ്റെ അടിഭാഗം ഒഴിവായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ അടിഭാഗത്ത് ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, തേൻ്റെ ഇത് തന്നെ ഉണ്ടാവും. മറ്റു മുട്ടയുടേതും മറ്റും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസം വരില്ല. പിന്നെ അത് ഇടകലർന്നാവുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എന്തുണ്ട്, ആ മുട്ടയ്ക്കൊക്കെ കുറച്ച് ആഘാതം സംഭവിച്ചു. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പിന്നെ സംവിധാനത്തിലാണെങ്കിൽ അതും വളരെയധികം ഗുണമുള്ളതും പിന്നെ കാശും അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും.
ചെറിയ പിന്നെ തേനീച്ച. അങ്ങനത്തെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളിപ്പോൾ കുത്തും കിട്ടൂല അല്ലേ? കുത്തുന്നില്ല, പക്ഷെ അത് കടിച്ചിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തും. അതിന് നമ്മൾ റെയിൻകോട്ട്, ഒരു ഹെൽമെറ്റും ഉണ്ടായാലും ഒരു പ്രശ്നവുമില്ല. ആ റെയിൻകോട്ട് ഒന്ന് നനച്ചിട്ട് നമ്മളങ്ങ് ഇട്ടാൽ അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ അടുക്കൂല. മറ്റെന്താ പറഞ്ഞാൽ ഈച്ച തന്നെ നമ്മളെ കടിച്ചിട്ട് ആ ഈച്ച തന്നെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കടിക്കുകയല്ല, ഒരു ജാതി നിലയ്ക്ക് നമ്മളിങ്ങനെ മർദ്ദിക്കുക ചെയ്യുക. അപ്പോൾ ഒരു പ്രയാസം നമുക്ക് തോന്നും. അപ്പോൾ ഈച്ചയ്ക്ക് ഒന്നും നഷ്ടം വരാതെ, പിന്നെ അത് സാധാരണഗതിയിൽ നമ്മളൊരു കുപ്പി തുളച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അത് എൻട്രൻസിൽ വെച്ച് കൊടുത്താൽ ആ കൂടെ ഒന്ന് ശബ്ദിച്ച് അതിനൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച ഇങ്ങനെ പുറമേക്ക് വരും. എന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സുഖമായിട്ട് എടുക്കുകയും ചെയ്യാം. അങ്ങനെ സംവിധാനവും ഉണ്ട്. അത് ശരി. ഇപ്പൊ ആരെങ്കിലും സഹായത്തിനുണ്ടോ ഈ തേനീച്ച കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ തനിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? തനിയാണ് ചെയ്യല്. പിന്നെ തേനൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ അത് അങ്ങോട്ട് കൊണ്ടുവെക്കാനും ഇങ്ങോട്ട് എടുത്തു വെക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അതിനൊക്കെ ഇപ്പോൾ ഹെൽപ്പർമാരുണ്ടാവും. ആളെ വിളിച്ചിട്ട് അവർക്ക് വൈകുന്നേരം പൈസ കൊടുത്തേച്ചാൽ മതി. അതുമായിട്ട് പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ അവർ കൂടിൻ്റെ കാര്യത്തിലും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പോൾ ഒരു 67 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ജോലി വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെയല്ല, ഇതിനെപ്പറ്റി പിന്നെ ഒരു മടുപ്പ് തോന്നേണ്ട അവസ്ഥ ഇല്ല. പിന്നെ അതുമല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ജന്മവും കൂടി ഇതിന് കിട്ടിയാൽ നമുക്ക് ഉപയോഗപ്പെടുത്താലോ എന്നുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റിയുള്ളത്. കാരണം ഈ മേഖല മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആരും പഠിക്കാത്തവരും ആവാത്തവരും ഒക്കെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതോ അല്ലെ മനസ്സിലാക്കി പോകുന്നതോ ഇതൊക്കെ നമ്മളും ഇതിൽ ബന്ധപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ്. കാരണം ഇത് ഒരാളുടെ ലാഭകാര്യമോ അല്ലെ മറ്റു കാര്യങ്ങളല്ല. പ്രകൃതിയിൽ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ പ്രതിബദ്ധത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ബാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നിലയ്ക്കാണ് ഇതിനോട് ഏറ്റവും നമുക്ക് എന്തുള്ളത് ആഭിമുഖ്യമുള്ളത്. അപ്പോൾ എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ വേറെയൊന്നും കിട്ടണ്ടല്ലോ, അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് പ്രകൃതിയിൽ വലിയൊരു പിന്നെ കൂട്ടായ്മയാണ്, പ്രകൃതിയോട് കൂടിയുള്ള കൂട്ടായ്മ എന്നുള്ള ബോധവുമുണ്ട്. അപ്പോൾ ഇതിൽ പരം നമുക്ക് എന്ത് കിട്ടാൻ? അതിനേക്കാൾ അപ്പുറം ഒരു അംഗീകാരം ഇല്ല. ആളുകൾ ഇത് മനസ്സിലാക്കുകയാവുകയും ചെയ്യുന്നില്ല. ഹോർട്ടികോർപ്പൊക്കെ ഇതിന് വേണ്ടിയിട്ട് പല സൗകര്യങ്ങളും ചെയ്യുകയും കൂടെയൊക്കെ പിന്നെ അതിൻ്റെ പകുതി പൈസയ്ക്കും ഇതൊക്കെ കൊടുക്കുകയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകളെ സംബന്ധിച്ച് പലരും നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഇതിൽ വന്നിട്ട് അതിൽ ശരിയാവാതെ, അതൊക്കെ ഇപ്പം പ്രകൃതിപരമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ ഇതുകൊണ്ടൊക്കെ ഏതിലും അങ്ങനെ ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ടും അത് ആ നിലയ്ക്ക് ഉൾക്കൊള്ളുന്ന ഒരു ചില ഭാഗങ്ങളിലൊക്കെ ഇത് ചില ആൾ പ്രാർത്ഥിക്കുമ്പം കുറേ ആളുകളൊക്കെ അതിനു വേണ്ടി മെനക്കേടുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് തന്നെ പോകേണ്ട ആ അവസ്ഥയിൽ അങ്ങോട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് അത് പ്രകൃതിക്കും കൂടെ ഉപകാരപ്രദമാകത്തക്ക രീതിയിലാണ് താങ്കൾ ഇത്രയും നാൾ ഈ പ്രായത്തിലും ഇത് പലരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ പ്രായത്തിലും ഈ ഇത്രയും ഇവിടെ വന്ന് സംസാരിച്ച അനുഭവങ്ങൾ നമ്മുടെ ശ്രോതാക്കളോട് പറഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷം. നന്ദി. അപ്പം ഇത്രയും കാലം ചെയ്തതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചെയ്തുകൊണ്ട് ഇതിൽ പെട്ടത് കൊണ്ട് എനിക്ക് ഇത്രയും കാലം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇത് അങ്ങനെ ആരോഗ്യം നിലനിർത്താൻ ഒരവസ്ഥാവിശേഷം ഉണ്ടായ തേനീച്ചകളോടും ഈ സൃഷ്ടാവിനോടുമാണ് ഞാൻ നന്ദി പറയേണ്ടത്. ഓക്കെ, ഒത്തിരി സന്തോഷം. തേനീച്ച കർഷകനായ ഇമ്പിച്ചാലിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. വയലും വീടും സമാപിക്കുന്നു. ോ